ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഹോട്ടൽ രുചിയിൽ കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള ഒരു പൊട്ടറ്റോ റോസ്റ്റുമായിട്ടാണ്. ആദ്യം തന്നെ ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു സവോള വെള്ളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്, ഒരു തക്കാളി വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, 2 പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് ആ എണ്ണയിൽ നിന്ന് വാട്ടിയെടുക്കണം. ഉള്ളിയും തക്കാളിയും ഒക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം. തണിഞ്ഞതിന് ശേഷം അരച്ചെടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ കടായി തന്നെ സ്റ്റൗമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ഒരു 3 പൊട്ടറ്റോ ആണ്, അത് ഈ വലുപ്പത്തിലും നീളത്തിലും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം. പൊട്ടറ്റോ ഇവിടെ വാടി വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. പൊട്ടറ്റോ ഇവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് വേറൊരു പാൻ ഞാൻ സ്റ്റൗമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് പൊടിയായി കൊത്തിയരിഞ്ഞ ഒരു ഉള്ളിയുടെ കാഭാഗമാണ്, അതിട്ട് കൊടുക്കാം. പൊടിയായി കൊത്തിയരിയണം, ചെറുതായി അരിഞ്ഞെടുക്കണം, അതാണ് അതിൻ്റെ രുചി. പിന്നീട് അതേപോലെ ഒരു തക്കാളിയുടെ പകുതിയാണ്, അതുകൂടി ഞാൻ ചെറുതായി കൊത്തിയരിഞ്ഞതാണ്, ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് 2 പച്ചമുളകും ചെറുതായി കൊത്തിയരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നീട് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ഉള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് നമ്മൾ വാട്ടിയെടുത്ത് വെച്ച ഉരുളക്കിഴങ്ങിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഗ്രേവിയിൽ ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് വരണം, ചാറൊക്കെ ഒന്ന് കുറുകി വറ്റി വരണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതാണ് പൊട്ടറ്റോ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ്, അതുകൂടി വിതറി കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് മൂടിയിട്ട് ചെറുതീയിൽ വേവിച്ചെടുക്കണം. നമുക്കിത് മൂടി തുറന്ന് നോക്കാം. ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്, ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കസൂരി മേത്തിയാണ്, ഇതൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയാണ് ഇടുന്നത്. ഉലുവ ചെടിയുടെ ഡ്രൈ ലീഫാണിത്. ഇതിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഡ്രൈ ലീഫ് ഇടുന്നത്. എന്നാൽ നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്, അത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ചേർക്കാം. ഞാൻ
ഒരു ചെറിയൊരു കടായിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3 കായ്മുളകും കുറച്ച് കറിവേപ്പിലയും ഒക്കെ വറുത്തെടുത്തിട്ടുള്ളതാണ്. താളിച്ചൊഴിച്ച് കൊടുക്കുന്നതാണ്. എന്നാൽ അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതാണ് ലാസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. എന്നാൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കുവാൻ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേവിയോട് കൂടിയുള്ള കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള ഒരു ഉരുളക്കിഴങ്ങ് റോസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കുവാനും. കസൂരി മെത്തി ലാസ്റ്റ് ഇട്ടത് കൊണ്ട് തന്നെ നല്ല ഫ്ലേവറും കിട്ടുന്നതാണ്. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.